ഇദ്ദേഹത്തിന് കൈക്കൂലി വാങ്ങിക്കുമ്പോൾ പിടിച്ചിരിക്കുന്നത്. ഇതുപോലെ ഇപ്പോൾ പുത്തൻകുരിശ് എറണാകുളം ജില്ലയിൽ തന്നെ വടവുകാട് പഞ്ചായത്തിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, പഞ്ചായത്തിൻ്റെ തന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കൈകാര്യം ചെയ്യുന്ന ഓവർസിയർ ഇതുപോലെ ഒരു ലേഡീനെ കുറേ നാൾ മുമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. കാറിൽ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, എത്ര പേര് അത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ കാറിൽ ഇരുന്നിട്ട് കാർ കൊണ്ട് വന്നിട്ട് കൊച്ചിനെയും കൊണ്ട് വന്നിട്ടാണ് കൈക്കൂലി വാങ്ങിച്ച് അവർ പിടിച്ചതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ സെയിം ഇതിൽ തന്നെ ഇദ്ദേഹം ഇവരൊക്കെ പുറത്ത് വെച്ചാണ് ഇവർക്കൊരു സ്ഥലമുണ്ട്. അങ്ങനെ ആ സ്ഥലത്ത് വരാൻ പറയും. അവിടെ വെച്ചിട്ടാണ് ഇതൊക്കെ ഈ കൈക്കൂലി മേടിക്കുന്നതൊക്കെ. അപ്പോൾ അവിടെ വെച്ച് ആരും കാണില്ല, ആരും ശ്രദ്ധിക്കില്ല എന്നുള്ളൊരു തോന്നലാണ് അവർക്ക്. ഇതിപ്പോൾ ഈ കൈക്കൂലി കൊടുത്ത ആളെന്ന് പറയുന്നത് അദ്ദേഹം ഒരു വലിയൊരു ഗോഡൗൺ പണിതിട്ട് അതിൻ്റെ നമ്പർ ഇടാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. ഇയാൾ ചോദിച്ചത് 20 ലക്ഷം, അങ്ങനെ ഡീലുണ്ടാക്കി 15 ലക്ഷം കൊടുക്കാമെന്നും പറഞ്ഞിട്ടാണ് വന്ന് വിജിലൻസിന് അദ്ദേഹം അറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിടിച്ചാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഞാൻ തൊട്ടിട്ടില്ല, കൈ കൊണ്ട് തൊട്ടിട്ടില്ല പുള്ളി, അതിന് മുമ്പ് പിടിച്ചു. പക്ഷേ ഫോൺ സംഭാഷണമുണ്ട്, ഗൂഢാലോചന നടത്തിയതിൻ്റെ തെളിവുണ്ട്, പുള്ളി ചോദിച്ചതിൻ്റെയൊക്കെ തെളിവുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ തൊട്ടിട്ടില്ല, ഞാൻ കൈ കൊണ്ട് തൊട്ടിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ അതിനെ പിടിക്കുന്നതൊക്കെ പുള്ളി അവിടെ നിന്ന് ചോദിച്ചു. പിടിക്കപ്പെട്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഉദ്യോഗസ്ഥന്മാർ കൈക്കൂലി വാങ്ങിക്കുമ്പോൾ പെട്ടുപോകുന്നതാണത്. കാരണം ഇവരിങ്ങനെ നിരന്തരം വാങ്ങിച്ച് പിന്നെ ഇവരിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെ തുറന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം പെട്ടുപോകും. അപ്പോൾ ഇത് പെട്ടിരിക്കുകയാണ് അദ്ദേഹം. ആ വീഡിയോ ആണ് ഇതിനകത്ത് വ്യക്തമായിട്ട്. ഈ വീഡിയോ ഒന്ന് കേട്ട് നോക്കട്ടെ നിങ്ങൾ. ഞാൻ തൊട്ടിട്ടില്ല, എന്റെ കയ്യിൽ ആക്കിയതാണെന്ന് എനിക്കറിയില്ല. ഞാൻ തൊട്ടിട്ടില്ല, എന്റെ കയ്യിൽ ആക്കിയതാണോ എനിക്കറിയില്ല. ഞാൻ തൊട്ടിട്ടില്ല, ബാക്കി പറയുന്നത് പുത്തൻകുരിശ്, വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിൽ ഒരു ഗോഡൗൺ ഉണ്ടാക്കി. ആ ഗോഡൗണിൽ വലിയ ഗോഡൗണാണ്, 55,000 സ്ക്വയർ ഫീറ്റുള്ള വലിയൊരു ഗോഡൗണാണ്. 55,000 15 കോടി രൂപയോളം മുടക്കിയിട്ട് പുള്ളി ചെയ്തിട്ടുള്ള ഒരു ഗോഡൗൺ. ആ ഗോഡൗണിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു, കംപ്ലീഷൻ ആയി കഴിഞ്ഞിട്ട് നമ്പർ കിട്ടാനായിട്ട് ഇയാളുടെ ഇൻസ്പെക്ഷനായിട്ട് വിളിച്ചതാണ്. ഇയാളെ ഇൻസ്പെക്ഷൻ നടത്തിയ സമയത്ത് പുള്ളി 20 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. ഈ നമ്പർ ഇട്ട് കിട്ടാൻ പുള്ളിയുടെ അടുത്ത് ഈ ഫയൽ നീങ്ങാൻ 20 ലക്ഷം രൂപയാണ് ചോദിച്ചത്. ഇയാൾ ഓവർസിയറാണ്, ബിൽഡിംഗ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ ഓവർസിയർ. അപ്പോൾ ഇയാൾ കാസർഗോഡ് സ്വദേശിയാണ്, ഇവിടെ വന്നിട്ട് 1 മാസമായിട്ടുള്ളൂ. അപ്പോൾ അതനുസരിച്ച് ഇയാൾ 20 ലക്ഷം രൂപ ചോദിച്ചു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് ഇവർ പിന്നെ ബാർഗൈൻ ചെയ്ത് 15 ലക്ഷത്തിൽ ഉറപ്പിച്ചു. അങ്ങനെ പിന്നെ നമ്മുടെ അടുത്ത് അങ്ങനെ നമുക്ക് വിവരം കിട്ടിയതിൻ്റെ അടുത്താണെങ്കിൽ നമ്മൾ അതനുസരിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു. ഇയാളുടെ ബാക്കി കാര്യങ്ങൾ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ മറ്റെല്ലാം നമ്മൾ വാച്ച് ചെയ്ത് എല്ലാം റെക്കോർഡ് ചെയ്തു. അതും പ്രകാരം 15 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇന്നലെ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ പെൻഡിങ് ആയിട്ട് ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ അത് റിട്ടേൺ ചെയ്തു. അതിനുശേഷം ഇന്നത് റീസബ്മിറ്റ് ചെയ്ത് ഇയാളുടെ അടുത്ത് വന്നു. അപ്പം കൃത്യമായിട്ട് പറയുന്നുണ്ട് പൈസ കിട്ടിക്കഴിഞ്ഞാലേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറയുന്നത്. അങ്ങനെ അതനുസരിച്ച് ഇന്ന് പൈസ കൊണ്ടു ഇയാളെ കാണിച്ച് ശേഷം ഇയാളത് പാസ്സാക്കി. ഇവിടെ വെച്ച് തന്നെ അയാളുടെ ലാപ്ടോപ്പിൽ അത് തന്നെ പാസ്സാക്കുന്നു. പൈസ കൊടുക്കും. അത് പുള്ളി എല്ലാ പ്രാവശ്യവും പുള്ളി ഇവിടെയാണ്. പുള്ളിയുടെ വീട് പുള്ളി താമസിക്കുന്നത് ഇവിടെ ഒരു പിന്നെ ബൈബിൾ കോളേജിനടുത്ത് സ്ഥലത്താണ് അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ വരാൻ വേണ്ടി പറഞ്ഞു. ഇതിന് മുമ്പുള്ള ടോക്കെല്ലാം ഇവിടെയൊക്കെ വെച്ചാണ് ഈ പരിസരത്ത് വെച്ചാണ് നടത്തിക്കൊണ്ടിരുന്നത്. ക്യാഷ് ഇല്ലാതെ പറ്റൂല. ക്യാഷ് 5 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ ക്യാഷും 10 ലക്ഷം രൂപയുടെ ഒരു ചെക്കുമാണ് അയാളുടെ പേരിൽ. അങ്ങനെ അത് കാണിച്ചതിന് ശേഷമാണ് ഇയാൾ പാസ്സാക്കിയത്. വണ്ടി തന്നെ അയാളുടെ കാറിൽ തന്നെ ഇരുന്ന് പാസ്സാക്കി. അതിനുശേഷം പുള്ളി ഇറങ്ങിയ സമയത്താണ് നമ്മൾ പിടിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ നമ്മുടെ ഇതൊരു കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഇന്നലെ മീറ്റ് ചെയ്തു, 2-3 ദിവസം മുമ്പ് മീറ്റ് ചെയ്തു, അതിന് മുമ്പ് മീറ്റ് ചെയ്തു. ഇതെല്ലാം ഞങ്ങൾ കൂടെ ഉണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. അതെല്ലാം നമ്മളെല്ലാം രഹസ്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. ഇയാളുടെ എല്ലാ കമ്മ്യൂണിക്കേഷൻസും നമ്മുടെ കയ്യിലുണ്ട്. അതെല്ലാം പിന്നെ അതിന് ശേഷം ബാക്കി നമ്മൾ അവിടെ നിന്ന് ഈ പറഞ്ഞ പൈസയും കാര്യങ്ങളെല്ലാം ആയിട്ട് ഡ്രാഫ്റ്റിനുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് നമ്മൾ ഓഫീസിൽ നിന്ന് പോകുന്നു.